മഴയൊന്നും നിർത്താതെ പെയ്താൽ ആദിയാണ് ആനക്കര നയ്യൂർ നിവാസികൾക്ക്. ആനക്കര പഞ്ചായത്ത് അതിർത്തിയോട് ചേർന്നുള്ള പരപ്പൻ തോടിന്റെ വരമ്പ് ഇടിഞ്ഞു വീണതോടെ ശക്തമായ രീതിയിലാണ് മഴവെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്നത്. തോരാത്ത മഴയിൽ കഴിഞ്ഞ ദിവസം ഈ തൊഴുത്ത് വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളം ഇറങ്ങിയതോടെയാണ് കർഷകനായ പള്ളിശ്ശേരിക്കുഴിയിൽ ഹംസ തന്റെ പശുക്കളെ സുരക്ഷിതമായ സ്ഥാനത്ത് നിന്നും തിരിച്ച് തൊഴുത്തിൽ കെട്ടിയത്. എത്ര പശുക്കളെ മാറ്റിയപ്പോ? പരപ്പൻ തോടിന്റെ പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയാണ്. ഈ ഭാഗങ്ങളിലൂടെയാണ് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം പ്രദേശത്തെ വീടുകളിലേക്ക് ഇരച്ചെത്തുന്നത്. പൊട്ടിയ വരമ്പിലൂടെ മഴവെള്ളം ഒഴുകാതിരിക്കാൻ കർഷകരും പ്രദേശവാസികളും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 3 വർഷങ്ങൾക്ക് മുൻപാണ് താൽക്കാലികമായുള്ള നിർമ്മാണവും നടത്തിയത്. എന്നാൽ അതെല്ലാം ഒലിച്ചുപോയ അവസ്ഥയാണിപ്പോൾ. പാടത്ത് വെള്ളം കെട്ടി നിന്നതോടെയാകട്ടെ വിതച്ച നെല്ലും നശിച്ചെന്ന പരാതിയും കർഷകരും പങ്കുവച്ചു. ഈ തോടിന്റെ പറക്കളം കുന്നിന്റെ അവിടുന്ന് വരുന്ന വെള്ളമാണ് ഈ പരപ്പൻ തോട് പറയും. ഈ പരപ്പൻ തോട് ഈ വെള്ളം മറിഞ്ഞിട്ട് പൊട്ടിട്ട് കിടന്നിട്ട് 8 വർഷത്തോളമായി. വീണ്ടും പൊട്ടിയിട്ട് ഒഴുകിയിട്ട് ഒരു 10-60 ഏക്കർ സ്ഥലത്ത് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ 8 വർഷത്തിന്റെ അടുത്തായിരിക്കുന്നത്. അപ്പൊ ഈ തോട് പൊട്ടി കിടക്കൽ തുടങ്ങിയിട്ട് പഞ്ചായത്തിൽ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതുവരെയായിട്ടും ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഇത് ഈ തോട്ട് വരുമ്പോൾ ഒന്ന് കെട്ടിക്കഴിഞ്ഞാല് ഒരു കാരണവശാലും ഞങ്ങളെ വീട്ടിലേക്കോ ഞങ്ങളെ കൃഷി സ്ഥലത്തേക്കോ ഒന്നും വെള്ളം വല്ലാതെ കവിഞ്ഞ് കിടക്കൂല. കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഇറങ്ങി പോകുള്ളൂ വെള്ളം. ഇപ്പൊ ഇത് കെട്ടാത്ത കാരണമാണ് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു 4-5 വീട്ടിലേക്ക് വെള്ളം കയറി നിൽക്കുകയാണ്. 1-2 വീടിന്റെ തൊഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ട് ചാടി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവനായി പൊട്ടിയ സൈഡ്, പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഞങ്ങള് ഒരു ക്ഷീരകർഷകനുണ്ട് ഭർത്താവ്. ഞങ്ങക്ക് 4-5 പശുക്കളുണ്ട്. ഇതിനെ കൊണ്ട് ഞങ്ങൾ എവിടെ പോവാനാ? തൊഴുത്തിലൊക്കെ ഇന്നലെ വെള്ളം കയറി. വീടിനകത്ത് പകുതി വരെ, അടുക്കള വരെ വെള്ളം കയറി. എന്നാൽ പരപ്പൻ തോടിന്റെ നവീകരണത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും പ്രദേശവാസികളുടെ ദുരിതത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. NCV ന്യൂസ് തൃത്താല. വിക്ടറി ITI എടപ്പാൾ ബ്രാഞ്ചിലേക്ക് SSLC+2 കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റ് PSC അംഗീകൃത 1 വർഷ 2 വർഷ ITI കോഴ്സുകൾക്കും 2 വർഷ KGCE എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിക്ടറി ITI കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.